ഇന്ന് ഈ ഏപ്രിൽ 29-ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് ഒരു ഫോൺ സന്ദേശം വന്നു. അത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുടെ ഭാഗത്തു നിന്നാണ്. ദീർഘനേരം ഇരു നേതാക്കളും ഇരു മന്ത്രിമാരും സംസാരിച്ചു. എന്നിട്ട് എപ്പോഴും ഒരു ക്ലോസ് ടച്ചിൽ നിൽക്കാൻ തീരുമാനമെടുത്ത് പിരിഞ്ഞു എന്ന റിപ്പോർട്ടാണ് ഇന്ന് വരുന്നത്. ഇന്നലെ യുദ്ധത്തിൻ്റെ 60-ാം ദിവസം UAE ഒപെക് പ്ലസ് പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പുറത്തു പോകാൻ തീരുമാനം പ്രഖ്യാപിച്ചതും 1-ാം തീയതി മുതൽ പുറത്തു പോകുമെന്ന് അറിയിച്ചിരിക്കുന്നതും അതിനെക്കുറിച്ച് റഷ്യ ശക്തമായൊരു കമൻ്റ് ഇട്ടിരിക്കുകയാണ്. UAE ഇങ്ങനെ പുറത്തു പോകാൻ തീരുമാനിച്ചത് UAEയുടെ കാര്യത്തിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ ഉപകരിക്കും, അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ വില കുറയാൻ കാരണമാകും, എണ്ണ സുഭിക്ഷമായി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകും. അതേസമയം റഷ്യ നിലവിലുള്ള ഒപെക് പ്ലസിൽ നിന്ന് ഒരു കാരണവശാലും ഇപ്പോൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യം കൂടി ക്രെംലിൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ യുദ്ധത്തെ ചൊല്ലി ജർമ്മനിയും അമേരിക്കയും തമ്മിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞതാണ്. യൂറോപ്പിൽ നിന്നൊരു ശക്തി ഇത്രയും ശക്തമായിട്ട് അമേരിക്കയ്ക്കെതിരെ പറയുമെന്നൊന്നും ആരും വിചാരിക്കാത്തത് കൊണ്ടാണ് അത്ഭുതമുണ്ടായിരിക്കുന്നതും. ഇന്നിപ്പോൾ പ്രസിഡന്റ് ട്രംപിനെ കുറിച്ച് ജർമ്മനിയുടെ ചാൻസലർ ഫ്രൈഡ്രിച്ച് മെർസ് പറയുന്നത്, ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന് കോട്ടമൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കാനെടുത്ത തീരുമാനത്തെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ എതിർത്ത് വരികയായിരുന്നു. കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാവർക്കും, അതിൻ്റെ ദുരന്ത പരിണിത ഫലങ്ങൾ ഇപ്പോൾ യൂറോപ്പ് മൊത്തത്തിലും ജർമ്മനി പ്രത്യേകിച്ചും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്നുകൂടി മെർസ് പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ്റെ ഒരു കൊമേഴ്ഷ്യൽ കപ്പലിനെ അമേരിക്ക വേട്ടയാടി എന്ന റിപ്പോർട്ട് രാവിലെ തന്നെ വന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത്, ഇറാൻ്റെ കപ്പലുകളെ ഇങ്ങനെ അമേരിക്ക ആക്രമിച്ചാൽ അതിൻ്റെ മറുപടി അതിശക്തമായൊരു സൈനിക നടപടിയായിരിക്കും, അങ്ങനെ ഒരു മുന്നറിയിപ്പ് പോലെയാണ് തങ്ങൾ പറയുന്നത് എന്ന കാര്യം കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു. എന്നാൽ ജപ്പാൻ്റെ ഒരു കപ്പൽ ഹോർമോസിൻ്റെ ഇപ്പുറത്തായി പോയിരുന്നു ഇറാൻ്റെ മേഖലയിലേക്ക്. അത് കടന്നിട്ട് ഹോർമോസ് കടന്ന് ഇന്ന് സുരക്ഷിതമായി അറബിക്കടലിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ജപ്പാനിലേക്ക് ആ കപ്പൽ പോവുകയാണെന്ന റിപ്പോർട്ട് വന്നു. പറഞ്ഞിരിക്കുന്നത് ജപ്പാൻ്റെ പ്രധാനമന്ത്രി തന്നെയാണ്. അവശേഷിച്ചിരുന്ന ഒരു കപ്പലും ഇറാൻ ഭാഗത്തുനിന്ന് ഇതാ ഹോർമോസ് കടന്ന് ഞങ്ങളുടെ കടൽ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഏപ്രിൽ 29-ന് തന്നെ എന്ന റിപ്പോർട്ടാണ് ജപ്പാനിൽ നിന്ന് വരുന്നത്. ജൂൺ 11-ാം തീയതി ആരംഭിക്കുന്ന വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഇറാൻ പങ്കെടുക്കുമോ, പങ്കെടുക്കുന്നെങ്കിൽ എങ്ങനെ എന്നുള്ളത് ലോകം നോക്കിയിരിക്കുമ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന ഇന്ന് പറഞ്ഞിരിക്കുന്നൊരു കാര്യം നമ്മൾ അറിയണം. ഇറാൻ എന്ന പേരിലായിരിക്കില്ല ഇത്തവണ ടീമിനെ അയക്കുക, മത്സരിക്കുക തന്നെ ചെയ്യും. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി നടക്കുന്ന ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിൻ്റെ പേര്, ഇറാൻ ടീമിൻ്റെ പേര് മിനാബ് 168 എന്നായിരിക്കും. എന്താണ് ഈ മിനാബ് എന്ന് മനസ്സിലായോ? ഫെബ്രുവരി 28-ാം തീയതി അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആദ്യത്തെ ആക്രമണം, ഒരു സ്കൂളിൽ ബോംബുകൾ വർഷിക്കപ്പെട്ടത്, ആ ആക്രമണത്തിൽ 168 കുട്ടികൾ മരിച്ചത്, ലോകം മുഴുവനും വലിയ ചർച്ചയായി മാറിയത്, ആ ഒരു ആക്രമണം എല്ലാവരും എന്നും ഓർമ്മിച്ചിരിക്കണം എന്ന അർത്ഥത്തിലാണ് മിനാബ് എന്ന് പറയുന്ന ആ സിറ്റിയുടെ പേരും പിന്നെ 168 എന്ന 168 കുട്ടികൾ മരിച്ചതിൻ്റെ ഓർമ്മയും ചേർത്ത് വെച്ചുകൊണ്ട് ഇറാൻ്റെ ടീം, ഇറാനെന്നല്ല മിനാബ് 168 എന്ന പേരിലായിരിക്കും ടീം അറിയപ്പെടുക എന്നാണ് ഇർന വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ 61 ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ഇറാൻ കൊടുത്തിരിക്കുന്ന പ്രപ്പോസലിൽ അമേരിക്ക അതൃപ്തി അറിയിച്ചിരിക്കുമ്പോൾ മധ്യസ്ഥന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക അഭിപ്രായങ്ങളൊന്നും പറയാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യുദ്ധത്തിൻ്റെ ഗതി എന്താകുമെന്ന് ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റേതായ മറുപടി ഇന്ന് ഈ 29-ാം തീയതി വന്നിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ അറിയണം. ഇതിനിടയിൽ വന്നിരിക്കുന്നൊരു കാര്യം, ഒരു നോൺ ന്യൂക്ലിയർ ഡീലിൽ ഒപ്പിടാൻ പോലും ഇറാൻ അറിയില്ല എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പരിഹസിച്ചിരിക്കുകയാണ്. എങ്ങനെ ഒപ്പിടണം എന്ന് പോലും ഇറാൻ അറിയില്ല, കുറച്ച് സ്മാർട്ടാവേണ്ട കാലം കഴിഞ്ഞു എന്ന് പ്രസിഡന്റ് പറയുകയും ട്രംപ് ഒരു സ്വന്തം ചിത്രം പങ്കുവച്ചിരിക്കുന്നു. ഒരു തോക്കും പിടിച്ചുകൊണ്ട് ട്രംപ് ഇങ്ങനെ നിൽക്കുന്നു. അത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ട്രംപ് തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ചുറ്റുവട്ടത്ത് വെടിയും തീയും പുകയും ഒക്കെ കാണുന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഹോളിവുഡിൻ്റെ ചിത്രങ്ങളിലൊക്കെ സിനിമയുടെയൊക്കെ പോസ്റ്റർ വരുന്നത് പോലെ ഒരു ചിത്രം ട്രംപ് പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് ലോകം മുഴുവൻ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇങ്ങനെ അടഞ്ഞു കിടക്കുമ്പോൾ വെടിനിർത്തലൊക്കെ പ്രാബല്യത്തിലുണ്ടെങ്കിലും ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്നായിട്ട് ഇന്നിപ്പോൾ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഏവിയേഷൻ സ്പിരിറ്റ് പല സ്ഥലങ്ങളിലേക്കും കിട്ടാനില്ലാത്തത് കൊണ്ട് ഫ്ലൈറ്റുകൾ ക്യാൻസലാവുന്നു,
ഉള്ള ഫ്ലൈറ്റുകൾ തന്നെ പരിമിതമായിട്ട് ഓടുമ്പോൾ അതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് വർധനം 20%. നമ്മുടെ ഒന്നും സെക്ടറിൽ 20% ഒന്നും അല്ലാന്നറിയാമല്ലോ. പക്ഷേ ഏറ്റവും കുറഞ്ഞത് ലോകത്ത് ശരാശരി 20% കണ്ട് ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ ക്യാൻസലേഷൻ്റെയൊക്കെ അളവ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ 111% എന്ന രൂപത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ലണ്ടനിൽ ഇന്ന് ഒരു അജ്ഞാത അക്രമി 2 ജൂതമത വിശ്വാസികളെ ആക്രമിച്ചിട്ട് കടന്നുപോയി, തെരുവിലൂടെ ഓടിപ്പോയി എന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ആരാണ് ആക്രമണം നടത്തിയത് എന്നത് വ്യക്തമായിട്ട് അറിവായിട്ടില്ല. ലണ്ടൻ പോലീസ് പറയുന്നത് ഇതൊരു തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ പ്രതിധ്വനിയാണ് എന്നാണ്. അന്വേഷണം ശക്തമായി പുരോഗമിക്കുന്നു. ഈ 2 ആക്രമണത്തിന് വിധേയരായ ഈ 2 ജൂതമത വിശ്വാസികളും ഇപ്പോൾ ചികിത്സയിലാണ്. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഇന്ന് UAE സന്ദർശിക്കാനെത്തി. UAEയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്തു. മേഖലയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, യുദ്ധത്തിൻ്റെ ഫലങ്ങളെല്ലാം, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു നല്ല വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദുബായിൽ ഏതെങ്കിലും തരത്തിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമായി വരുന്നവർക്ക് നാളിതുവരെയുള്ള പുതിയ കഴിഞ്ഞ 5-6 വർഷമായിട്ടുള്ള നിയമം അനുസരിച്ച് 7.5 ലക്ഷം ദിർഹത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് 2 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റർ വിസ കിട്ടും. ഒരു പ്രോപ്പർട്ടി നമ്മളിവിടെ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ പേരിലാണെങ്കിൽ അത് 7.5 ലക്ഷം ദിർഹത്തിന് മുകളിലാണെങ്കിൽ 2 വർഷത്തെ വിസ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടും എന്നൊരു നിയമമുണ്ട്. എന്നാൽ DLDയുമായി ബന്ധപ്പെട്ട, ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില എൻറ്റിറ്റികൾ ഇപ്പോൾ പറയുന്നത് ഈ 7.5 ലക്ഷം എന്നുള്ള ആ ഒരു സീലിംഗ്, ആ ഒരു പരിധി അതിപ്പോൾ വേണ്ട, അത് റിമൂവ് ചെയ്തിരിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ കുറഞ്ഞ കാശിന് വാങ്ങിയാൽ പോലും 2 വർഷത്തെ ഇൻവെസ്റ്റർ വിസ അതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ്. അതുപോലെ ഈ സോൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പോലും ചില ആളുകൾ ചേർന്ന് വാങ്ങുന്ന പ്രോപ്പർട്ടികളാണെങ്കിൽ പോലും അതിൽ ഓരോരുത്തർക്കും വിസ കിട്ടുന്ന തരത്തിലുള്ള ചില ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് എന്നും ഇത് സംബന്ധിച്ച അറിയിപ്പിൽ പറയുകയാണ്. ഔപചാരികമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രഖ്യാപനം തന്നെ നടത്തിയേക്കും വരും ദിവസങ്ങളിൽ എന്ന് പ്രതീക്ഷിക്കുകയാണ് മാർക്കറ്റ്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, I'm Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature, Abu Shagara, Sharjah.